ഹലോ. നമുക്കിന്നൊരു പൊട്ടറ്റോയും ക്യാപ്സിക്കവും കൂടെ വെച്ചൊരു മിക്സ് വെജ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരു ഡ്രൈ സബ്ജിയാണ്. എനിക്കിതിവിടെ കിട്ടിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നാണ്. അവൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഞാനത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ചോദിച്ച് മേടിച്ചതാണ്. അത് നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നമുക്കിതെന്നെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സവോള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കണം പൊടിയായിട്ട്. പിന്നെ 3 ക്യാപ്സിക്കം അതും പൊടിയായിട്ട്, പൊടിയെന്ന് ഒത്തിരി ചെറുതല്ല, ഒരുമാതിരി ഈ സൈസിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 സ്ലിറ്റ് ചെയ്ത മുളകുണ്ട്. 1 സ്പൂണിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ 3 പുഴുങ്ങിയ പൊട്ടറ്റോ ഉണ്ട്, പുഴുങ്ങിയെടുത്താണ്. ഒരു മീഡിയം സൈസിൽ 3 പുഴുങ്ങിയത്. പിന്നെ 2 ടൊമാറ്റോ, ഒത്തിരി വലുത് വേണ്ട കേട്ടോ, ചെറിയ 2 ടൊമാറ്റോ മതിയായിരിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണേന്ന് നോക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണാണ് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ഇതിനകത്ത് അധികം മസാലയൊന്നും നമ്മൾ ചേർക്കണില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്നാവും, നമുക്കധികം ഇതൊന്നുമില്ല. നമ്മുടെ ആലു പുഴുങ്ങണ ആ ഒരു തിരക്കും സമയം മാത്രം മതി, പെട്ടെന്ന് അങ്ങോട്ട് ആവും. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇപ്പം സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ചെറുതായിട്ട് അരിയാൻ നോക്കണം കേട്ടോ. ഒത്തിരി മുഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരത്തില്ല. കുഞ്ഞായിട്ട് അരിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് വരണത്. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 പച്ചമുളക് കണ്ടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള നന്നായിട്ട് വഴറ്റണേ, നല്ലൊരു ബ്രൗൺ കളർ വരുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നമുക്കറിയാമല്ലോ, നമ്മൾ സവോള വഴരാനായിട്ട് എപ്പോഴും പെട്ടെന്ന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു പൊടിക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. നോക്കിയപ്പോൾ നന്നായിട്ട് അത് ബ്രൗണായി നല്ലൊരു കളറൊക്കെ വന്നു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കാപ്സിക്കം ഇട്ട് കൊടുക്കാമേ. ഈ ക്യാപ്സിക്കം നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. ഇത് എന്തേരം വഴന്ന് വരുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാപ്സിക്കത്തിന്. അല്ലെങ്കിൽ തന്നെ ക്യാപ്സിക്കം മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ഇടുമ്പം നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ മിക്സ് ചെയ്താൽ വയ്ക്കുന്ന കാശ്മീരി ചില്ലിപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ഞാൻ 2 സമം എടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി മാത്രമേ ഉള്ളെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അപ്പടി എരിയായി പോവും. ഇനി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരണം, നന്നായിട്ട് വെന്തുടയണം, അതിൻ്റെ കൂടെ മഷി പോലെ വരണേ. അതുവരെ നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാമേ. ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, തുറന്നിട്ട്. അത് അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ, കരിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം.
ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല കളറും നല്ല സ്മെല്ലും ഒക്കെ വരാൻ തുടങ്ങി. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് വെച്ചാൽ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇത് നമ്മുടെ എല്ലാ സ്റ്റോറിലും തന്നെ കിട്ടും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തവ ചൂടാക്കി അതിനകത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നു. ഓൾറെഡി അത് പൊടിഞ്ഞാൽ പിന്നെ ആ ചൂടായി വരുമ്പോൾ നന്നായിട്ട് അത് പൊടിഞ്ഞു വരും. അപ്പോൾ അത് നമ്മളത് ചൂടായത് ഈ ഗ്രേവിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് വരട്ടണം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളറാവും. അതുപോലെ അടിയിൽ പിടിക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ആ പൊട്ടറ്റോ ഇടുന്നതിനുള്ള മുന്നിലുള്ള സ്റ്റേജിൽ നമുക്ക് പൊട്ടറ്റോ വേണ്ടെങ്കിൽ 2-3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ആ ഗ്രേവിക്കകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് പിള്ളേർക്ക് സ്കൂളിൽ ചപ്പാത്തിക്കകത്തൊക്കെ കൊടുത്തു വിടുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ നോക്കുക, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. എനിക്കൊരു ഇത്തിരി ഉപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഇപ്പോൾ നോക്കുക, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങിയിട്ട് നോക്കുക. അധികം മസാലയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിൻ്റെ ടേസ്റ്റ്. ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പം നോക്കുക, നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഇടയ്ക്ക് മല്ലിയില ഉണ്ടെങ്കിൽ നമ്മൾ ഓഫാക്കുന്നതിന് മുന്നും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ല, അത് കാരണം ഞാൻ ചേർക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് നല്ല പൊട്ടാറ്റോ ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്